അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. തിരൂരിലെ തലക്കടത്തൂരിൽ ഓട്ടോ ഡ്രൈവറായ മുഹമ്മദ് ഖാൻ തൻ്റെ സ്വതസിദ്ധമായ അശ്രദ്ധ കൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ പേരിൽ ദിവസവും സാമാന്യം നല്ല തെറി വാങ്ങിക്കൂട്ടുന്നയാളാണ്. എടാ ഡേഷേ എന്ന മുട്ടൻ തെറി കേൾക്കുമ്പോൾ മുഹമ്മദ് ഖാൻ ചിരിച്ചുകൊണ്ട് വെട്ടാൻ വന്നവരോട് നീട്ടി അസ്സലാമു അലൈക്കും യാ ഹബീബി എന്ന് പറയും. കൊമ്പ് കുലുക്കി കൊടുവാളെടുത്ത് വന്നവൻ നിരായുധനാവുന്നത് പലതവണ ആസ്വദിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കലഹിക്കുന്നിടത്താണ് ഓരോരുത്തരെയും ശരിയായി വായിക്കാനാവുക എന്ന് PN ദാസ് അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്കും അതിനോട് യോജിക്കാം. കോപം വരുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് ശരിയായ ആത്മീയ ശിക്ഷണം നേടിയവൻ. സാധാരണഗതിയിൽ കോപം വരാറുള്ളത് അനിഷ്ടമായത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴുമാണ്. സ്നേഹം വരുമ്പോൾ മനസ്സ് തെളിയും, അപ്പോൾ മനസ്സിൽ നിന്ന് സംഗീതം ഒഴുകും. കോപം വരുമ്പോൾ മനസ്സ് കറുക്കും, അപ്പോഴാണ് നമ്മൾ ഇടിവെട്ടി പെയ്യുക. പെയ്തു കഴിഞ്ഞാൽ പെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നതെങ്കിലും ഒരു നല്ല ലക്ഷണമാണ്. കുറ്റബോധത്തിൽ നിന്നാണ് അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടാകുന്നത്. കോപം വരുമ്പോൾ നമുക്ക് ക്രമം തെറ്റും. ക്രമം തെറ്റുന്നതിനെയാണ് യഥാർത്ഥത്തിൽ അക്രമം എന്ന് പറയുന്നത്. അക്രമത്തെ എങ്ങനെയാണ് നമുക്ക് നീതീകരിക്കാനാവുക? ക്രമം തെറ്റിക്കുന്നവരോടാണ് യഥാർത്ഥത്തിൽ അവധാനതയോടെ പെരുമാറേണ്ടത്. സ്നേഹിതരല്ല നമ്മുടെ ക്രമം തെറ്റിക്കുക, നമുക്ക് അനിഷ്ടമുള്ളവരാണ്. നമ്മുടെ അനിഷ്ടം ആദർശവിരുദ്ധർ, അരുതായ്മകൾ പ്രവർത്തിക്കുന്നവർ, അനീതിക്ക് കൂട്ടുനിൽക്കുന്നവർ, തെമ്മാടിത്തരം ചെയ്യുന്നവർ എന്നിവരോടാണ്. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ആദർശത്തെയും സത്യസന്ധതയെയും നീതിയെയും ധർമ്മത്തെയും തീവ്രമായി സ്വീകരിക്കുന്നത് കൊണ്ടാണ്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അക്രമം പ്രവർത്തിക്കാനാവുക? അക്രമത്തോട് അമർഷമുള്ളവർക്ക് എങ്ങനെ അക്രമം പ്രവർത്തിക്കാനാവും, അക്രമത്തെ നീതീകരിക്കാനാവും? എവിടെയോ നമുക്ക് പിഴയ്ക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ തൊലിപ്പുറത്ത് മാത്രമാണ് ആദർശം പേറുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയില്ല നമ്മുടെ ആദർശം എന്ന്. തിന്മ പ്രവർത്തിക്കുന്നവരോട് തിന്മ ചെയ്യുകയാണോ സത്യസന്ധമായ ആദർശം? തെറി പറയുന്നവരോട് തെറി പറയലാണോ ശരിയായ ആദർശം? നുണ പറയുന്നവരോട് നുണ പറയലാണോ നമ്മുടെ ആദർശം എന്ന് പറയുന്നത്? ശരിയായ വിശകലനമാണ് ആവശ്യമായി വരുന്നത് എന്നാണ് എൻ്റെ പക്ഷം. നമ്മെ ആദർശം പഠിപ്പിക്കുന്ന ഉസ്താദുമാരെയാണ് നാം മാതൃകയാക്കേണ്ടത്. വന്നിരായ കാന്തപുരം ഉസ്താദ് അന്യാദർശ വിശ്വാസികളെ അസഭ്യം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. സുലൈമാൻ ഉസ്താദ്, ഖലീൽ തങ്ങൾ, മൺമറഞ്ഞുപോയ MA ഉസ്താദ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ പൂർവ്വകാല നേതൃത്വം, ഇനി ഷിറിയ ഉസ്താദിനെ പോലെ സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള വന്നിരായ നമ്മുടെ മനസ്സിൽ ആദരണീയമായ ഇരിപ്പിടം നമ്മൾ സമ്മാനിച്ചിട്ടുള്ള ഏത് ഉസ്താദുമാരെ കുറിച്ചും നമുക്ക് ആലോചിക്കാം. കളവ് പറയാൻ, പ്രചരിപ്പിക്കാൻ, തെറി പറയാൻ നമ്മളെ ആരാണ് പഠിപ്പിച്ചത്? ശത്രുക്കൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയും പ്രവർത്തിക്കുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാൻ പാടില്ലേ? അവർ നമ്മെ പുകഴ്ത്തി പറയുന്നെങ്കിൽ പോലും അത് താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്നറിയാൻ അതിസാമർഥ്യമൊന്നും ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയക്കാരുടെ ഗിരിപ്രഭാഷണം കയ്യടിയും വോട്ടും വാങ്ങാനുള്ളത് മാത്രമാണ്. നാളെ അത് തിരിച്ചുമാവാം. നമുക്കത് തിരിച്ചറിയാനാവേണ്ടതുണ്ട്. സമകാലിക രാഷ്ട്രീയ പ്രഭാഷകരെ തലയിലെടുത്താൽ ദുഃഖിക്കേണ്ടി വരും എന്ന് നമ്മളോട് അനുഭവം തന്നെ തുറന്നു പറയുന്നുണ്ട്. സത്യത്തോടും ധർമ്മത്തോടും നീതിയോടും മാത്രമേ നമുക്ക് കൂറ് പ്രഖ്യാപിക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം തിരഞ്ഞെടുത്തതും മറ്റു പ്രസ്ഥാനങ്ങളെ കൈയൊഴിഞ്ഞതും. നമ്മുടെ ശുദ്ധതയിൽ നിന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശുദ്ധത സമൂഹം വായിക്കുക എന്നത് നമ്മൾ മറക്കരുത്. ഓരോ പ്രവർത്തകനും പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണത്. പ്രസ്ഥാനത്തിൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ശുദ്ധതയിലൂടെയാണ്. നമ്മുടെ ശുദ്ധിയെയാണ് നാം ആത്മീയത എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ശുദ്ധി, ശരീരത്തിൻ്റെ ശുദ്ധി, വാക്കിൻ്റെ ശുദ്ധി, പ്രയോഗത്തിൻ്റെ ശുദ്ധി, കാണലിൻ്റെയും കേൾക്കലിൻ്റെയും ശുദ്ധി. ഈ ശുദ്ധതയാണ് സംഘടനയും നമ്മുടെ ഉലമാക്കളും നമ്മളിൽ സൃഷ്ടിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൈമോശം വരാതെ സൂക്ഷിക്കുകയും നമ്മുടെ സംസ്കാരം പ്രദർശിപ്പിക്കുകയും ചെയ്യാൻ സുഹൃത്തുക്കളെ നമ്മൾ കഠിനയത്നം തന്നെ നടത്തേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ സ്വബോധമില്ലാത്ത ചിലരെങ്കിലും സമുദായത്തിനും സംഘടനയ്ക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന വരകളും വരികളും ചിത്രങ്ങളും പ്രകാശിപ്പിക്കുന്നുണ്ട്. സ്വബോധം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആരാണെന്നും ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നും ബോധമില്ലാത്തവരെ മാത്രമാണ്.
ആരോ പടച്ചുവിടുന്ന നുണകൾ ഷെയർ ചെയ്ത് നമ്മളും നുണപ്രചാരകരാകുന്നു. 100% സത്യമെന്ന് ബോധ്യപ്പെട്ടത് മാത്രം പ്രചരിപ്പിക്കുകയുള്ളൂ എന്ന് നമ്മളൊക്കെ പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഗുണമുള്ളതാണെന്ന് കരുതുന്ന പല ചിത്രങ്ങളും നമ്മളെ അവഹേളിക്കാനും പരിഹസിക്കാനുമുള്ള ചില കുതന്ത്രങ്ങളാണ്. ഇതറിയാതെ ഇതിൻ്റെ പ്രചാരകരാവുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാക്കപ്പെടുകയാണ്. ചില അതിവൈകാരിക ജീവികൾ അവരുടെ മനസ്സിൽ നല്ലത് എന്ന് ചിന്തിച്ച് ചെയ്യുന്നതെല്ലാം ആപത്തായി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓരോ പ്രവർത്തകർക്കും പക്വമതിയായ ഒരു ഉപദേഷ്ടാവുണ്ടാവലാണ് പരിഹാരമെന്ന് തോന്നുന്നു. അദ്ദേഹവുമായി കൂടിയാലോചിച്ച് മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റു എന്ന് നമ്മൾ നിശ്ചയിക്കുകയും വേണം. സംഘടനയുടെ ഔദ്യോഗികമായ സംവിധാനങ്ങളെ മാത്രം പ്രവർത്തകർ ശക്തിപ്പെടുത്താവൂ. അല്ലാത്തപക്ഷം നമുക്ക് വലിയ വലിയ വില നൽകേണ്ടി വരും. വിരുദ്ധ ആദർശക്കാരോട് പറയുമ്പോഴും എഴുതുമ്പോഴും സഹിഷ്ണുതയോടെ പെരുമാറാൻ ശീലിക്കേണ്ടതുണ്ട്. വാക്കുകളിൽ അക്ഷരങ്ങളിൽ അസഭ്യം കലരാതെ നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് നമ്മുടെ സംസ്കാരം തന്നെയല്ല. ഞാനിങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുഖം നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ്. മുഖത്ത് പ്രതിഫലിക്കുന്നതിൽ നിന്നാണ് ജനം നമ്മളെ വായിക്കുന്നത്. നമ്മുടെ പൂമുഖ പുസ്തകം ലോകം മുഴുക്കെ വായിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. പൂമുഖ പുസ്തകത്തിൽ നിന്ന് പ്രസ്ഥാനത്തെ, സംഘടനയെ തെറ്റിദ്ധരിക്കാൻ ഇടവരുന്ന അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കരുത്. നമ്മുടെ പൂമുഖ പുസ്തകം എപ്പോഴും വൃത്തിയായിരിക്കണം. അതിനുവേണ്ടി യത്നിക്കണം എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹ്.